പരീക്ഷയുടെ സമയമാണല്ലോ. കുട്ടികൾക്ക് അവരുടേതായ പരീക്ഷകൾ, മാതാപിതാക്കൾക്ക് സാമ്പത്തികമായും മാനസികമായ പരീക്ഷകൾ, എല്ലാ നിലയിലും ജീവിതം ഒരു പരീക്ഷയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ അവിടെയെല്ലാം നമ്മൾ ആ പരീക്ഷകളെയെല്ലാം ജയിക്കും. ഒരിക്കലും ഒരാളിങ്ങനെ പറഞ്ഞു, നിനക്ക് നീ മാത്രമേ ഉണ്ടാവൂ എന്ന സത്യം നീ മനസ്സിലാക്കുന്ന നാൾ മുതൽ നീ ജീവിതം പഠിക്കാൻ തുടങ്ങും. അതെ, എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടാകൂ എന്ന് എപ്പോഴും എല്ലാവരും ഓർക്കണം. അത് പോലെ തന്നെ അറിയേണ്ട കാര്യം, എനിക്ക് കർത്താവ് മാത്രമേ ഉണ്ടാകൂ, ബാക്കി ആരും എൻ്റെ കൂടെ ഉണ്ടാകില്ല എന്ന് ആ കാര്യം ഒരു ദൈവ പൈതൽ അറിഞ്ഞിരുന്നാൽ കൂടുതൽ കർത്താവിനോട് ചേർന്ന് നടക്കാൻ ഹാനോക്കിനെ പോലെ കഴിയും. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും, എല്ലാ വർഷവുമൊന്നല്ല, എല്ലാ നാളും നിങ്ങളോട് കൂടി ഇരിക്കും. എല്ലാ നാളും കർത്താവിൻ്റെ വാക്കിന് മാറ്റമില്ല. ഈ ഭൂമിയിൽ ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ എല്ലാ നാളും നിൻ്റെ കൂടെയുണ്ട്. കല്യാണം നടക്കുന്ന സമയത്ത് പെണ്ണും ചെറുക്കനും ഏറ്റുപറയുന്നൊരു കാര്യമുണ്ട്, മരണം നമ്മെ വേർപിരിക്കും വരെ എന്ന് കരുതി എല്ലാ നാളും കൂടെയുണ്ടോ? ഇല്ല. എന്താണ്? കല്യാണം കഴിഞ്ഞു, ഭാര്യ വിദേശത്തോട്ട് പോയി, 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ കാണുന്നത്. ഭർത്താവ് വിദേശത്തേക്ക് പോയി, പിന്നെ കാണുന്നത് കുറച്ച് കാലം കഴിഞ്ഞാണ്. അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലാണ്, ആഴ്ചയിൽ ഒരു 3-4 മണിക്കൂറേ ഉള്ളൂ. ലോകാവസാനത്തോളം എല്ലാ നാളും എന്ന് പറയാൻ പറ്റിയ ആരും തന്നെ നമ്മുടെ കൂടെ ഇല്ല. എന്നിട്ടും കർത്താവിനേക്കാൾ അവരുടെ പുറകെ നടക്കുന്നത് എന്താണെന്ന് അതൊരു അത്ഭുതം തന്നെയല്ലേ? നമ്മോട് പറഞ്ഞ വാക്ക് പറഞ്ഞ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ കൂടെ നടക്കാൻ ഇനിയെങ്കിലും നമുക്ക് ഒരു സുബോധമുണ്ടായിരുന്നെങ്കിൽ. ആ മുടിയൻ പുത്രന് സുബോധം വന്നു, ഞാൻ എൻ്റെ അപ്പൻ്റെ കൂടെ ജീവിക്കുകയുള്ളൂ. അപ്പൻ്റെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല, എങ്കിലും എൻ്റെ അപ്പൻ്റെ മുഖം കണ്ട് ജീവിക്കാമല്ലോ. അപ്പൻ അവനെ കണ്ടിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചകത്തേക്ക് കൊണ്ടുപോയെന്നാണ്. അപ്പൻ വളരെ സന്തുഷ്ടനായിട്ട് മാറി. ഇതുപോലെ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഏറ്റവും കൂടുതൽ കരുതുന്ന, നമുക്ക് വേണ്ടി രാപ്പകൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥത അണക്കുന്ന കർത്താവിന് വേണ്ടി നിൽക്കുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മുടെ ജീവിതത്തെ ആടിമുടി മാറ്റും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് പാടി ചില നിമിഷങ്ങൾ യേശുവിനെ ആരാധിക്കാം. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി
Jesus is all I need. He is all I need. He is all I need. Jesus is all I need. He is all I need. He is all I need. Jesus is all I need. He is all I need. He is all I need. Jesus is all I need. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. അതിൻ്റെ ശേഷം സകലതും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവർത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ക്രൂശിൽ കിടക്കുന്ന കർത്താവ് ക്രൂശിൽ ഒത്തിരി കാര്യങ്ങൾ നിവർത്തിയാക്കുകയാണ്. യേശുവിൻ്റെ വസ്ത്രം പകുത്തെടുക്കുന്നു, അങ്കിക്കായി ചീട്ടിടുന്നു, അങ്ങനെ കാര്യങ്ങളെല്ലാം നിറവേറുകയാണ്. അതിന് തൊട്ട് മുമ്പത്തെ 2 ദിവസം മുമ്പ് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുന്ന ഇരമ്യാ പ്രവചനത്തിൽ പറഞ്ഞതും നമ്മൾ ആ നിവർത്തിയും ഒക്കെയും അവിടെ കണ്ടു. എല്ലാം നിവർത്തിയാകുകയാണ്. അതിൻ്റെ അർത്ഥം തിരുവെഴുത്ത് പറയുന്നത് പോലെ യേശു പോയി. യേശു തന്നെ പറഞ്ഞു, തിരുവെഴുത്ത് പറയുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു. ദൈവവചനത്തിൽ എന്ത് പറയുന്നുവോ അത് നോക്കി ആ രൂപരേഖയിൽ തന്നെ മുന്നോട്ട് പോകുന്നു, അതേ വഴിയിൽ പോകുന്നു. എത്ര ലളിതമാണ്. യേശു ദേവാലയത്തിൽ ചെന്നപ്പോഴും ആദ്യമായി ചെന്നപ്പോൾ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. എല്ലാവരുടെയും കണ്ണുകൾ അവൻ്റെ മേൽ പതിഞ്ഞു. എന്നിട്ട് യേശു പറഞ്ഞു, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ആത്മാവ് എൻ്റെ മേലുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ആ ഭാഗം വായിച്ചിട്ട് ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നു എന്ന് പറഞ്ഞ് യേശു അവിടെ സംസാരിച്ചു തുടങ്ങി. യേശുവിനെ എന്തെങ്കിലും നിവർത്തിയാക്കിയാൽ പോരാ, ദൈവം എന്ത് പദ്ധതി ഇട്ടു ആ പദ്ധതിയെ പൂർത്തിയാക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം. അതുകൊണ്ടാണ് ദൈവമേ, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ വരുന്നു. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മെ രക്ഷിക്കാൻ മാത്രമല്ല, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. എത്ര പേർ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ജീവിക്കുന്നുണ്ട്? നമ്മളെല്ലാം നല്ല ശതമാനം സമയവും നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. കർത്താവിൻ്റെ പേര് പറഞ്ഞാൽ പേര് പറഞ്ഞ് കർത്താവിനെ ഒന്ന് ആശ്വസിപ്പിക്കുന്നു എന്നല്ലാതെ നമ്മൾ പലപ്പോഴും വേണ്ട രീതിയിൽ കർത്താവിനോട് പ്രിയമുള്ളവരല്ല. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം ഒടുവിലത്തെ അധ്യായത്തിൽ യേശു ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഇവരിൽ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇതറിയണം. ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. കർത്താവിന് പ്രിയമുള്ളവരായി മാറുക. യേശു പിതാവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നവിടെ വായിക്കുന്നു. ദാനിയേലിനെ കുറിച്ച് വായിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട പുരുഷനായ ദാനിയേലേ എന്ന് വിളിച്ചത്. അതുകൂടാതെ മോശയെക്കുറിച്ച് എൻ്റെ ദാസനെ പോലെ സൗമ്യനാരുണ്ട്, പ്രിയപ്പെട്ട മകൻ എന്നവിടെ പറയുന്നില്ല. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. യേശുവിനെ കുറിച്ച് മാത്രം
ആ ശബ്ദം. അപ്പോൾ പ്രിയപുത്രൻ ചെയ്തത് എന്താ? പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു. ഒരപ്പനെ എത്രത്തോളം സന്തോഷിപ്പിക്കാമോ അതാണ് യേശു ചെയ്യുന്നത്. യേശു ഒന്നും ബാക്കി വെച്ചില്ല. എല്ലാം ക്രൂശിൽ എത്തുന്നതിന് മുമ്പ് നിവർത്തിയായി. ഇവിടെ നമ്മൾ വായിച്ചു, അതിൻ്റെ ശേഷം സകലതും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞു. എല്ലാം യേശു അറിയുകയാണ്. യേശു ഓർക്കുന്നു, മറ്റേ കാര്യം നിവർത്തിയായോ? എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. ആ കാര്യം നടന്നു. ഓരോന്ന് നടക്കുമ്പോൾ യേശുവിനെ അറിയാം. അയ്യോ, എന്നെ എന്തിനിങ്ങനെ വസ്ത്രമെല്ലാം ഊരി ഇങ്ങനെ എന്നോട് കാണിക്കുന്നു എന്നല്ല. യേശുവിനെ അറിയാം, ഇത് സംഭവിക്കണം, ഇത് തിരുവെഴുത്തിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, തിമോത്തിയോസെ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനത്തിനൊത്തവണ്ണം ഈ ആജ്ഞ നിന്നെ ഏൽപ്പിക്കുന്നു. നമ്മെക്കുറിച്ചുള്ള ആലോചന പ്രകാരമേ കാര്യങ്ങൾ നടക്കും. അത് വിട്ട് യോനയെപ്പോലെ പടിഞ്ഞാറോട്ട് പോയാലും കിഴക്കോട്ട് തന്നെ പോരേണ്ടി വരും. ദൈവത്തിൻ്റെ ആലോചന നിനവയിലോട്ടാണെങ്കിൽ നീ അതിന് എതിരെയുള്ള രാജ്യത്തോട്ട് പോയാലും നീ തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ ഇത് കേൾക്കുന്ന പലരും പല രാജ്യത്ത് നിന്ന് കേൾക്കുന്നുണ്ട്, നിങ്ങളെ ദൈവം അവിടെ അയച്ചിട്ടാണോ പോയത്? എങ്കിൽ ആ രാജ്യത്ത് നിങ്ങൾക്ക് സ്ഥിരത ദൈവം തരും, വീട് ദൈവം തരും, അവിടുത്തെ പൗരത്വം ദൈവം തരും, ഏറ്റവും നല്ല ജോലി തരും. അല്ല, ആ രാജ്യത്തല്ലെങ്കിൽ നിങ്ങൾക്ക് തർശീശിലേക്ക് പോയാലും നിങ്ങൾ നിനവയിലേക്ക് വരാൻ ദൈവം അതിനുള്ള ക്രമീകരണങ്ങളെ ഒരുക്കും. യോനയ്ക്ക് വേണ്ടി മത്സ്യത്തെ ഒരുക്കിയതുപോലെ, മത്സ്യം നിനവയുടെ കരയിൽ യോനയെ ഛർദ്ദിച്ചതുപോലെ ഇങ്ങനെയുള്ള അനുഭവത്തിൽ മടങ്ങി വരേണ്ടി വരും. അപ്പം ദൈവത്തിൻ്റെ റൂട്ടിലാണെങ്കിൽ എത്ര അനുഗ്രഹമാണ്. യേശുവിന് വേണമെങ്കിൽ അന്ന് ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും പോകാമായിരുന്നു. 12 ശിഷ്യന്മാരെ വിളിച്ച് യേശു എല്ലാ രാജ്യത്തേക്കും പോയില്ല. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഏറ്റൊടുവിൽ പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോകണം. ഞാൻ വന്നത് നിവർത്തിക്കാനാണ്. നിവർത്തിയാക്കിയ കാര്യം പ്രസിദ്ധമാക്കാനാണ് നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നത്. ഇത് ലോകം മുഴുവനും വിളംബരം ചെയ്യണം. ഒരു രാജാവ് ഈ ഭൂമിയിൽ വന്ന് സ്ഥാപിച്ച വീണ്ടെടുപ്പിൻ്റെ സത്യത്തെ നിങ്ങൾ ലോകം മുഴുവനും വിളംബരം ചെയ്യണം. അതാണ് സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത്. സകല സൃഷ്ടിയോടും, കാക്കയോടും പൂച്ചയോടും കോഴിയോടും മനുഷ്യനോടും എല്ലാ സൃഷ്ടികളോടും. കാരണം സൃഷ്ടികളോട് സുവിശേഷം പറയാൻ കാരണം എല്ലാ സൃഷ്ടികളും മനുഷ്യപുത്രന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് റോമാലേഖനത്തിൽ പറയുന്നു. എല്ലാ സൃഷ്ടികളും ഒരു മായക്ക് കീഴടങ്ങി. മനുഷ്യൻ പാപം ചെയ്തതോടുകൂടി മരണം സകല ജീവജാലങ്ങളിൽ വാണു. അതുകൊണ്ട് എല്ലാ ജീവികളും അറിയണം, ഒരു രക്ഷകനുണ്ട്, നിത്യജീവൻ തരുന്ന ഒരു രക്ഷകനുണ്ട്. ആ ജീവികളും അറിയണം, സർവ സൃഷ്ടിയോടും എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. ഇവിടെ അതിൻ്റെ ശേഷം സകലത് തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ തക്കവണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. തിരുവെഴുത്ത് നിവർത്തിയാകാൻ ഇനി എന്താ ഉള്ളത്? ഒരു കാര്യം കിടപ്പുണ്ട്. യേശുവിന് മനസ്സിലായി, എന്താ? എനിക്ക് ദാഹിക്കുന്നു. യേശുവിൻ്റെ ദാഹം. ഇവരെ ഓടിച്ചെന്നിട്ട് പുളിച്ച വീഞ്ഞെല്ലാം കൊണ്ടുവന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോടടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ പുളിച്ച വീഞ്ഞ് ഒന്ന് മുറിവിൽ മുട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര നീറ്റലാണ്, അതൊരു വലിയ വേദനയാണ്.
നല്ല വീഞ്ഞ് കൊടുക്കില്ല, പുളിച്ച വീഞ്ഞ്, ഉപേക്ഷിച്ച വീഞ്ഞ്, വേസ്റ്റ് വീഞ്ഞ്. അത് രുചിയില്ലാത്തതാണ്. എന്നാൽ അതൊരു പരിഹാസത്തിൻ്റെയും നിന്ദയുടെയും അവസ്ഥയാണ് പുളിച്ച വീഞ്ഞ്. ആ നല്ല വീഞ്ഞിനെ അവന് കൊടുക്കാൻ ആരുമില്ല. ആ പുളിച്ച വീഞ്ഞ് യേശു അത് കുടിച്ച ശേഷം പ്രവചനങ്ങൾ നിവർത്തിയാകാൻ എനിക്ക് ദാഹിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ ദാഹം ഏതായിരുന്നു? ദൈവത്തിനു വേണ്ടി ദാവീദ് പറഞ്ഞില്ലേ, എൻ്റെ ഉള്ളം നിനക്കായി കാംക്ഷിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി ദാഹിക്കുന്നു. ദൈവമേ, നീ എൻ്റെ ദൈവം. ആദികാലത്തെ യേശുവിൻ്റെ വിശപ്പ് ഏതാണ്? നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്ക് കഴിക്കാനുണ്ട്. യോഹന്നാൻ 4 എന്താണ്? എന്നെ അയച്ചവൻ്റെ വേല തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. എൻ്റെ ദാഹം എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നടക്കണം. അർത്ഥം അതാണ്. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് യേശു അത് കുടിച്ചു. ആ വീഞ്ഞു കുടിച്ച ശേഷം തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആത്മാവിനെ പിതാവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു. പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കും. യേശുവിന് ഉറപ്പാണ്, എൻ്റെ പിതാവിൻ്റെ കയ്യിൽ എന്നെ ഭരമേൽപ്പിച്ചത് കൊണ്ട് ഞാൻ ചെയ്യാളിയാണ്. യേശു പിതാവിൻ്റെ കയ്യിലേക്ക് ആത്മാവിനെ ഭരമേൽപ്പിച്ചു. എത്ര വ്യക്തവും സ്പഷ്ടവുമായ കാര്യങ്ങളാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഭൂമിയിൽ ഇതുപോലൊരു പുസ്തകമുണ്ടോ? മരണമെന്നല്ല, യേശു മരിച്ചുവെന്നല്ല, തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് ദൈവം തന്ന നമ്മുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്ന ഈ സുരക്ഷിതത്വമുള്ള ഒരു ഭാവി ഭൂമിയിൽ യേശുവിനെ സ്വീകരിച്ചവർക്കല്ലാതെ വേറെ ആർക്കുമില്ല. അത് ലഭിച്ചവരാണ് നന്ദിയുള്ളവരായിരിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ മുഴുവനും നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കാം. വാഗ്ദത്തങ്ങളെ നമുക്ക് നിറവേറ്റാം. എങ്ങനെയെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യണം, ദൈവവചനത്തിൽ പറയുന്നത് പോലെ എങ്ങനെ നടക്കണം, നമ്മെക്കുറിച്ചുള്ള വിളിയിൽ എങ്ങനെ നടക്കണം, നമുക്ക് വളരെ സൂക്ഷ്മതയോടെ അന്വേഷിച്ച് അതിലൂടെ സഞ്ചരിക്കാം. യേശുവിനെ പോലെ ഒരു ജയാളിയായി തീരാം. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഞങ്ങളോട് സംസാരിക്കുന്ന ദിവ്യവചനങ്ങൾക്കായി സ്തോത്രം. അങ്ങിൽ ആശ്രയിക്കുന്നു. ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു മുഖാന്തരമുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഇത് കേൾക്കുന്നവരുടെ മേൽ വരട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കുന്നു. സൗഖ്യങ്ങളും വിടുതലുകളും നടക്കട്ടെ. കുട്ടികളുടെ പരീക്ഷകൾ വിജയമാകട്ടെ. വീടുകളിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകും. വചനത്തിൻ്റെ ശക്തിയെ അവിടുന്ന് ദൈവസഭയുടെ മേൽ വെളിപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ നമുക്ക് അടിയുറച്ച് ആശ്രയിക്കാം, വിശ്വസിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലസ് യു.